അപ്പൊ മക്കളെ ചിരിച്ചിരിച്ച് ചാക് ഇവിടെ റോളിന് 3 നേരം ഭക്ഷണം കൊടുക്കണത്. മമ്മി വാരി കൊടുക്കണം, അത് വേറൊരു കാര്യം. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനുണ്ടല്ല അവിടെ അങ്ങോട്ട് കിടക്കുമ്പോളോളൂ ഭക്ഷണം കഴിക്കാൻ വാ പാപ്പ നിന്നാ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4 കൈ 2ഉം കാല് 2ഉം മല്ലടിച്ച് അവിടെ കിടക്കും. ഇപ്പൊ ഞാൻ എന്റെ മുറിയിൽ അവിടെ ഇവിടെ ഒക്കെ നോക്കി അവിടെ എങ്ങും ഇല്ല. ഇപ്പൊ കിടക്കണ സ്ഥലം ദേ കണ്ട പൊന്നാ. അയ്യോ ഇതിന്റെ കാലിന്റെ ഇതാണ് കിടപ്പ്. റോയലിന്റെ റൂമിൽ AC ഇട്ട് കഴിഞ്ഞാൽ അവിടെയാണ് കിടക്കല്. മലന്നടിച്ച് കിടക്കണെങ്കിൽ ഞാൻ എടുത്തു കൊണ്ടുപോയി അടുക്കളയുടെ സ്ലാവുമേല് നിർത്തിയിട്ടാണ് ചോറ് വാരി. അയ്യോ കൊച്ചിങ്ങനെ പുന്നരിച്ച് കിടക്കണ്. ഇങ്ങനെ എടുത്താണ് ദേ. ഇനിയിപ്പൊ ഇങ്ങനെ എടുക്കുമ്പോ മമ്മിയുടെ പൊന്ന് വായോ, ചക്കയുടെ മുത്ത് വായോ. അയ്യോ കൊതുക് കൊതുക്, എന്റെ മോനെ കൊതുക് വെച്ച് മമ്മിയുടെ പുന്നാട് തോച്ച് തിന്നണ്ടേ. മറിഞ്ഞു വീണ് കൊച്ച്. അയ്യോ ബോധം പോയി കൊച്ചില്ല. എന്റെ പൊന്നോ ഇങ്ങനെയാണ് ഈ കിടപ്പ്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ, ഇങ്ങനെ എടുത്തോണ്ട് പോകില്ല. ഇങ്ങനെ എടുത്തതേ ചെവി എന്നിട്ട് ഈ ഇലയുടെ പുറത്ത് മടക്കി വെച്ചാണോ. എന്നിട്ട് കൊണ്ടുപോയിതേ അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അടുക്കളയിൽ കൊണ്ടുപോയി അവന്റെ പാത്രമുണ്ട്, അവന്റെ പാത്രത്തിൽ മമ്മി ചോറ് എടുത്ത് വെച്ചേക്കുന്നതേ. അത്ര കൊടുക്കുള്ളൂ, അത് കുറച്ച് മതി ആൾക്ക്. ഇച്ചിരി മതി. ചെവി പിടിച്ചാണോ? ചെവി മറ്റേ ഇലയുടെ ചെയ്യണല്ലേ? ഇലയുടെ 3 നേരം ഇന്നിപ്പോ കാലത്ത് അമൃതം പൊടി കുറുക്കി കൊടുക്കലേ. ഇത് സ്നേഹം കൂടുമ്പോ വെക്കുന്നതാണ് ഇങ്ങനെ വിളിക്കണതേ. കുഞ്ഞാഴേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ അതൊക്കെ മനസ്സിലാകണ്ട്. വീട്ടുകൾക്ക് വർത്താനം പറയാൻ പറ്റണില്ലാന്നുള്ളൂ, നമ്മ പറയുന്നതൊക്കെ മനസ്സിലാകും. അപ്പൊ മക്കളെ ഇതാണ് ചോറ് ഇങ്ങനെ വെച്ച് കൊടുക്കണം വായല്, എന്നിട്ട് അടച്ചു പിടിക്കണം, അല്ലെങ്കിൽ അവൻ തുപ്പും. അതാണ് അവന്റെ പരിപാടി. ഇതാണ് നമ്മുടെ റോളിന്റെ ചോറ് വീറ്റ. ഓക്കേ.